Hello everyone, it's time to learn something new. Today, in this video, we will be talking about an essay, Unlock Your Own, Roger Van Ock. So, as the name itself says, the essayist also wants us to be creative. But something or someone is not letting us to be creative. So let's learn the essay to know more, shall we? So, in the introductory paragraph itself, the essayist is stating an experiment. ഒരു എക്സ്പെരിമെൻറ്റിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ആ എക്സ്പെരിമെൻ്റ് എന്ന് വെച്ചാൽ ഒരു പ്യുവർ വൈറ്റ് ഒരു പേപ്പർ. ഈ പേപ്പറിൽ ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് കുറേ അഡൾട്ട്സ് ഉള്ള ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറേ അഡൾട്ട്സ് ഉള്ള ക്ലാസ് റൂമിൽ ഈ പേപ്പർ ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? അപ്പോൾ അവരെല്ലാം പറഞ്ഞു, ഐ ക്യാൻ സീ എ ഡോട്ട്. എല്ലാവരും യുനാനിമസ്ലി അവരെല്ലാവരും പറഞ്ഞത്, എനിക്ക് ഒരു ഡോട്ട് കാണാൻ പറ്റും, ഒരു ബ്ലാക്ക് കളർ ഡോട്ട് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതേ ക്വസ്റ്റ്യൻ, ഇതേ പേപ്പർ, ഇതേ ഡോട്ട്, ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു കിൻഡർ ഗാർഡനിൽ ചെന്നിട്ട് അവിടുത്തെ കുഞ്ഞുങ്ങളുടെ അടുത്ത് നിന്ന് കാര്യം പറഞ്ഞപ്പോൾ, ഈ പേപ്പറിനകത്ത് നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഉത്തരം ഡിഫറെൻ്റ് ആയിരുന്നു. ഈ ചോദ്യം ചോദിച്ചപ്പോഴേ ഈ കുട്ടികളെല്ലാം കൂടെ കൈപൊക്കാൻ തുടങ്ങി, ഞാൻ ഉത്തരം പറയാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, ഐ ക്യാൻ സീ എ മെക്സിക്കൻ ഹാറ്റ്. ഈ ബ്ലാക്ക് ഡോട്ട് കണ്ടപ്പോൾ എനിക്കൊരു മെക്സിക്കൻ ഹാറ്റ് അല്ലേ അത്. അപ്പം വേറൊരാൾ പറഞ്ഞു, ബേൺ ആയിപ്പോയ ഹാംബർഗർ ആണത്. വേറൊരാൾ പറഞ്ഞു, എന്തോ ഇൻസെക്റ്റിനെ അവിടെ വെച്ചിട്ട് കൊന്നിട്ടേക്കുവാണ്. അങ്ങനെ പല തരത്തിലുള്ള റെസ്പോൺസ് ആണ് ഈ പിള്ളേരുടെ അടുത്ത് നിന്ന് കിട്ടിയത്. നോക്കിയേ, അഡൾട്ട്സിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു അതൊരു ബ്ലാക്ക് ഡോട്ട് ആണെന്ന്. പക്ഷെ കിൻഡർ ഗാർഡനിലുള്ള കുട്ടികൾക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് അവരിൽ നിന്നും വന്നത്. ദാറ്റ് മീൻസ് അവരുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റി ഇതുവരെ പോയിട്ടില്ല. ഇങ്ങനെ അവരെന്ത് കണ്ടാലും അതിനെ ഒരു ക്രിയേറ്റീവ് പെർസ്പെക്റ്റീവ് എന്ന് ചിന്തിക്കുമ്പോൾ നോർമലി നമ്മൾ കാണുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല അവർ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നാച്ചുറലി ക്രിയേറ്റീവ് ആണ് കുട്ടികൾ. പക്ഷേ അഡൾട്ട് ആവുമ്പോഴത്തേക്കും അവരുടെ കയ്യിൽ നിന്ന് അത് നഷ്ടമാവുന്നത് എങ്ങനെയാണ്? അഡൾട്ട് ആവുന്ന ആ പ്രോസസ്സിൽ, അഡൾട്ടിങ് എന്ന് പറയുന്ന ആ പ്രോസസ്സിൽ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞാൽ, വി വിൽ ലേൺ ഹൗ ടു ഫോളോ റൂൾസ്. നമുക്ക് സൊസൈറ്റി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില റൂൾസ് ഉണ്ട്. ഈ റൂൾസ് എങ്ങനെ ഫോളോ ചെയ്യണം എന്ന് നമ്മൾ പഠിക്കും. അങ്ങനെ ഈ റൂൾസ് ഫോളോ ചെയ്ത് അവസാനം നമ്മളുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റി മൊത്തത്തിൽ അങ്ങ് നശിക്കും. അതുകൊണ്ടാണ് കിൻഡർ ഗാർഡനിലുള്ള കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി അഡൾട്ടായിട്ടുള്ള ഒരുപാട് പേരുള്ള ക്ലാസ്സിൽ നമുക്ക് കാണാൻ സാധിക്കാതിരുന്നത്. അപ്പം അത് വെച്ചിട്ടാണ് ഈ എസ്സേ തുടങ്ങുന്നത് തന്നെ. ഇവിടെ എസ്സേയിസ്റ്റ് പറയുവാണ്, നമ്മളുടെ വേൾഡ് ഇങ്ങനെ ഡേ ബൈ ഡേ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഏജ് ഓൾഡ് ആയിട്ടുള്ള പല പല റൂൾസും ഫോളോ ചെയ്ത് അതിൽ മാത്രമായിട്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കുമോ? ചിലപ്പം നമ്മളുടെ ഈ ലൈഫിൽ ഇങ്ങനെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലൈഫിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ തന്നെ ചിലപ്പം ക്രിയേറ്റിവിറ്റി വേണം. അപ്പോൾ ക്രിയേറ്റിവിറ്റി അത്രയ്ക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സമയത്ത് നിങ്ങളിപ്പം പഴയ റൂൾസ് തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമോ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമോ? ഇല്ല, ഒരിക്കലുമില്ല. എസ്സേയിസ്റ്റ് അതിന് കുറച്ച് എക്സാമ്പിൾസ് ഈ എസ്സേക്കകത്ത് തന്നെ സൈറ്റ് ചെയ്യുന്നുണ്ട്. IBM അദ്ദേഹം 10 വർഷത്തോളം വർക്ക് ചെയ്തിരുന്നു. ആ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ടെക്നിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. അവർ പഠിച്ചിട്ട് വന്ന അവരുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടിയിട്ടുള്ള, ഇപ്പം റീസെൻറ്റ് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് വെച്ചോ, അവർ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും പഠിച്ചിട്ട് വന്ന കാര്യങ്ങൾ ജോബിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു 3 വർഷമേ അതിന് കാലം കാണൂ. അത് കഴിഞ്ഞിട്ട് ആ ഐഡിയ ഒബ്സലേറ്റ് ആയി പോവുകയാണ്, ആ ഐഡിയ ഏജ് ഓൾഡ് ആവുകയാണ്. കാരണം പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവർ പഠിച്ച് ഇറങ്ങിയ ആ സിലബസ് അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയ സമയത്തുള്ള അവരത്രയും കാലത്തെ അപ്ഡേഷൻ അവരുടെ ഉള്ളിൽ ഉണ്ടെന്ന് വെച്ചോ, അവരുടെ ബ്രെയിനിൽ അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബ്രെയിൻ ആണെന്ന് വെച്ചോ, ഈ 3 വർഷം കൊണ്ട് ഈ അപ്ഡേഷൻ മാറും. ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ ഇന്നോവേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം യു ഹാവ് ടു ബി ക്രിയേറ്റീവ്. നിങ്ങൾക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിയേറ്റീവ് ആയേ പറ്റൂ. നിങ്ങൾ പഠിച്ചിട്ട് വന്ന കാര്യത്തിന് 3 വർഷമേ ഒരു ലൈഫ് കാണത്തുള്ളൂ. അടുത്ത് വീണ്ടും പുതിയത് വന്നുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ അങ്ങനെ ഒരു ലൈഫിൽ, അങ്ങനൊരു ജീവിതമാണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. എപ്പോഴും ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സ് എപ്പോഴും നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ യു ഹാവ് ടു ബി ക്രിയേറ്റീവ് എന്നുള്ള കാര്യം ഇങ്ങനെ അടിവരയിട്ട് പറയുവാണ് ചെയ്യുന്നത്. സർവൈവ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ബി ക്രിയേറ്റീവ്. ഇവിടെ നൊബേൽ പ്രൈസ് വിന്നിംഗ് ഫിസീഷ്യൻ ആയിട്ടുള്ള ആൽബർട്ട് സെന്റ് ജോർജ് പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഡിസ്കവറി കൺസിസ്റ്റ് ഓഫ്
സീയിങ് വാട്ട് എവ്രിബഡി ഹാസ് സീൻ ആൻഡ് തിങ്കിങ് വാട്ട് നോബഡി ഹാസ് തോട്ട്. ഡിസ്കവറി എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണും, പക്ഷേ എല്ലാവരും ചിന്തിക്കാത്ത കാര്യമായിരിക്കണം നിങ്ങൾ ചിന്തിക്കുന്നത്. ആ ചിന്തയിൽ നിന്നാണ് ഡിസ്കവറി വരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റിവിറ്റി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എല്ലാവരും കാണുന്ന കാര്യം കാണാനായിട്ട് പ്രത്യേകിച്ച് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് വിഷ്വലി നമുക്ക് കാണുക എന്ന് പറയുന്നത് ഐസൈറ്റുള്ള എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ തിങ്ക് ഡിഫറെൻ്റ്ലി എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അങ്ങനെ ചിന്തിച്ച്, അങ്ങനെ പ്രത്യേക തരത്തിൽ ചിന്തിച്ച് ക്രിയേറ്റീവായിട്ടൊരു കാര്യം മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ ഡിസ്കവറി എന്ന് പറയുന്ന കാര്യം നടക്കുന്നത്. നിങ്ങൾ പുതിയതായിട്ടൊരു കാര്യം കണ്ടുപിടിക്കുന്നത് ആ സ്റ്റേജിൽ എത്തുമ്പോഴാണ്. അപ്പം ഈ ഐസക് ന്യൂട്ടൻ്റെയൊക്കെ കാര്യം പറയുവാണെങ്കിൽ, ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, മോഷൻ്റെ ലോസ്, ഗ്രാവിറ്റി കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? തലയിൽ വന്നിട്ട് ഒരു ആപ്പിൾ വന്ന് വീണപ്പം ചിന്തിച്ചു എന്നുള്ളതാണ്. ആപ്പിൾ വന്ന് വീഴുമെന്നുള്ള പ്രോസസ്സല്ല അവിടെ. ആ ഒരു തലക്കെട്ടൊരു കൊട്ട് കിട്ടിയപ്പോഴത്തേക്കും, ഒരു വാക്ക് കിട്ടിയപ്പോഴത്തേക്കും, വാക്ക് എന്ന് വെച്ചാൽ പ്രഹരം, ആ പ്രഹരം കിട്ടിയപ്പോഴത്തേക്കും ചിന്തിച്ചു തുടങ്ങി. അല്ല നമ്മുടെ തലയിലൊക്കെ ഇപ്പം നോർമലി നമ്മൾ കളിയൊക്കെ പറയുമല്ലോ, അത് നമ്മുടെ തലയിലാണ് വന്ന് വീണെങ്കിൽ നമ്മൾ ആപ്പിൾ എടുത്തുകൊണ്ട് പോകും എന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അങ്ങനെയല്ല നിൽക്കേണ്ടത്. നമ്മൾ നോർമലി ആൾക്കാർ കാണുന്നത്, അല്ലെങ്കിൽ നോർമലി ആൾക്കാർ തലയിൽ വീഴുന്നത് ആപ്പിൾ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അത് നോർമൽ തിങ്ങാണ്. പക്ഷേ അതിനെ പറ്റിയിട്ട് ചിന്തിച്ച് താഴോട്ട് എന്തുകൊണ്ട് വീഴുന്നു എന്നുള്ളതൊക്കെ ചിന്ത വരുമ്പോഴാണ് നിങ്ങൾ ഒരു ക്രിയേറ്റീവ് തിങ്കറായി മാറുന്നത്. നിങ്ങളൊരു ഡിസ്കവറിയുടെ ഒരു സൈഡിലേക്ക് നിങ്ങൾ വഴി മാറി പോകുന്നത്. അപ്പം ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി വരുന്നത് ഈ തലയിൽ കിട്ടുന്ന അടി എന്ന് പറഞ്ഞാൽ പല രീതിക്കാണ്. ഈ സീരിയസ് ആയിട്ടുള്ളതും വളരെ സില്ലി ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളും വരും. ഇപ്പം ഇന്ന് എന്താണ് ഡിന്നറിന് വേണ്ടുന്നത് എന്നുള്ള ചിന്ത തൊട്ട് നിങ്ങളുടെ ജോലി പോകുന്ന തരത്തിലുള്ള വലിയ വലിയ ഇഷ്യൂസ് വരെ, മേജർ ഇഷ്യൂസ് വരെ ഈ തലയ്ക്ക് കേൾക്കുന്ന പ്രഹരം പോലെ, വാക്ക് പോലെ ഇരിക്കും. അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഇരിക്കും. മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വളരെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരും. എ വാക്ക് ഇൻ ദ സൈഡ് ഓഫ് ദ ഹെഡ് എന്ന് പറയുന്ന ഒരു ബുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു ഹാവ് ടു നോട്ട് ദാറ്റ്. ഇനി അതിനകത്താണ് അദ്ദേഹം പറയുന്നത് മെൻ്റൽ ലോക്സിനെ പറ്റിയിട്ട്. മെൻ്റൽ ലോക്സ് എന്താണെന്ന് ഇനി നമുക്ക് പറയുമ്പോൾ മനസ്സിലാവും. മെൻ്റൽ ലോക്സ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് അറിയാനായിട്ട് അദ്ദേഹം 7 പോയിന്റ്സ് പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ക്രിയേറ്റിവിറ്റി എങ്ങനെയാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നത്, എന്താണ് ക്രിയേറ്റിവിറ്റിയെ തടഞ്ഞു നിർത്തുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ റൈറ്റ് ആൻസർ. നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പോയ കാലം തൊട്ടേ നമ്മളുടെ മൈൻഡിൽ കയറിക്കൂടിയ ഒരു കോൺസെപ്റ്റാണ്. ഏത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ആ ക്വസ്റ്റിന് ഒരു പെർട്ടിക്കുലർ ആൻസർ കാണും. ആ ആൻസറിൽ നിന്ന് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ചിന്തിക്കേണ്ട കാര്യമില്ല. എന്ത് ക്വസ്റ്റ്യൻ വരുന്നോ അതിനുള്ള ആൻസർ നമ്മൾ നേരത്തെ പഠിച്ചിട്ട് പോയിട്ടുണ്ട്, അത് അതേപോലെ അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതിയെന്ന്. പക്ഷേ അവിടെയാണ് ക്രിയേറ്റിവിറ്റിക്ക് ഒരു പ്രശ്നം വരുന്നത്. നിങ്ങൾ ക്രിയേറ്റീവായിട്ട് വേറൊരു ആൻസർ ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ മൈൻഡിൽ ക്രിയേറ്റിവിറ്റി വരുന്നത്? ചില ആൻസേഴ്സ് എപ്പോഴും ക്ലോസ് എൻഡഡ് അല്ല. ഒരൊറ്റ ആൻസർ മാത്രം ആയിരിക്കത്തില്ല ചില ക്വസ്റ്റ്യൻസിന്. ചില ക്വസ്റ്റ്യൻ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും. നിങ്ങൾക്ക് ചിന്തിക്കേണ്ട തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണും. ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെ ഒരു ഒറ്റ വേർഡ് മാത്രം ഫിറ്റിനാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കത്തില്ല എപ്പോഴും ലൈഫിൽ വരുന്നത്. അങ്ങനെ എപ്പോഴും വാട്ട് ഈസ് ദ റൈറ്റ് ആൻസർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് എത്താൻ പറ്റത്തില്ല. നിങ്ങൾ എപ്പോഴും ഒരു സെക്കൻഡ് ആൻസർ, തേർഡ് ആൻസർ ഇങ്ങനെ ചിന്തിച്ച് പോകണം. ഇതല്ലെങ്കിൽ വേറെ ഏത് ആൻസർ ഇവിടെ ആപ്ലിക്കബിൾ ആണ് എന്നുള്ള ചിന്ത വേണം. അപ്പം ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, എൻ്റെ ജോലി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്ത അടുത്തത് എന്ത് എന്നുള്ളതിൻ്റെ ഉത്തരം എന്തായിരിക്കും? ഓഫ് കോഴ്സ് എല്ലാവരുടെ മൈൻഡിലും ആദ്യമേ വരുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത ജോലി കണ്ടുപിടിക്കുക. രണ്ടാമത് ഒരു കാര്യം കൊണ്ടുണ്ട്. ഇനി വേറൊരു ആലോചനയുടെ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഈ ജോലി പോയി, ഞാൻ വീണ്ടും പുതിയ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചാലോ, ആ കോഴ്സിൽ നിന്ന് എനിക്ക് വേറെ ജോലി കിട്ടിയാലോ, ഈ ജോലി ഇനി വേണ്ട, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി വേണ്ട, ഞാൻ പുതിയൊരു കോഴ്സ് പഠിച്ച് അതിൽ നിന്നും എനിക്ക് ജോലി കണ്ടെത്താവുന്ന, അത് രണ്ടാമത്തെ ആൻസറാണ്. ഒന്നാമത്തത് എപ്പോഴും നമ്മൾ പഠിച്ച ഫീൽഡ് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത ഫീൽഡിൽ അതേ ജോലി. ഈ രണ്ടാമത്തെ ചോയ്സ് എന്ന് പറയുന്നത് അതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ നോർമലി എല്ലാവരും ചൂസ് ചെയ്യുന്ന ഫസ്റ്റ് ആൻസർ അല്ലാണ്ട് സെക്കൻഡ് ആൻസറിലേക്ക് എത്തുന്ന ആ പ്രോസസ്സ്. നമ്മൾ എപ്പോഴും ഒരൊറ്റ ആൻസറിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കരുത്. യു ഹാവ് ടു ഗോ ഫോർ എ സെക്കൻഡ് ആൻസർ. ഫ്രഞ്ച് ഫിലോസഫർ ആയിട്ടുള്ള എമിൽ ഷാർട്ടിയർ പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്, നത്തിങ് ഈസ് മോർ ഡേഞ്ചറസ് ദാൻ ആൻ ഐഡിയ വെൻ ഇറ്റ് ഈസ് ദ ഓൺലി വൺ വി ഹാവ്.
നമ്മളുടെ മൈൻഡിൽ ഒരൊറ്റ ഐഡിയ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ഐഡിയയെക്കാളും ഡേഞ്ചറസ് ആയിട്ടുള്ള വേറൊരു കാര്യമില്ല. കാരണം അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർന്ന്, നമ്മളുടെ ജീവിതമേ തീർന്ന് എന്നുള്ള രീതിയിലാണ്. അപ്പം ഭയങ്കര ഡേഞ്ചറസ്. നമുക്ക് എപ്പോഴും ഒരു പ്ലാൻ എ മാത്രമല്ല, പ്ലാൻ ബിയും വേണം, പ്ലാൻ സിയും വേണം. മറ്റേ എന്ത് ചെയ്താലും 4 കാലിലെ വീഴൂ എന്ന് പറയത്തില്ലേ, അങ്ങനെ 4 കാലിലെ വീഴൂ എന്നുള്ളൊരു പൊസിഷനിലേക്ക് നിങ്ങൾ തന്നെ കൊണ്ടെത്തിക്കണം. അതിനാണ് ഈ പ്ലാൻ ബിയും പ്ലാൻ സിയും ഒക്കെ വേണ്ടുന്നത്. അപ്പം ഒരെണ്ണം മാത്രമല്ല റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾ ചിന്തിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ലോജിക്കൽ എന്ന് നിങ്ങളുടെ അടുത്ത് ആൾക്കാർ പറയും. നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ ആൾക്കാർ പറയും അത് ലോജിക്കലായിട്ടുള്ള കാര്യമൊന്നുമല്ല, നടക്കത്തില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളുടെ ഐഡിയ അത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് അത് അങ്ങ് വിടും. അങ്ങനെ വിടുന്ന ഐഡിയാസ് ചിലപ്പം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിളും ഇവിടെ പറയുന്നുണ്ട്. ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നമ്മളുടെ എസ്സേയിസ്റ്റ് പറയുന്നുണ്ട്, ഒരു ആൾക്കാരുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിലുള്ള പ്രോബ്ലംസിനെ ഒരു മെറ്റഫർ വെച്ച്, ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വെച്ച് കമ്പയർ ചെയ്തിട്ട് അതൊരു മെറ്റഫറായിട്ട് യൂസ് ചെയ്തിട്ടൊന്ന് പറയാൻ. അപ്പോൾ ഒരു മാനേജർ അയാളുടെ കമ്പനിയിലെ ഇഷ്യൂവിനെ പറ്റി പറയുന്നുണ്ട്. അയാൾ ഒരു ഷിപ്പിൽ, ഒരു ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ഷിപ്പിലെ ഒരു ഡ്രമ്മർ ഇല്ലാത്തൊരു ഷിപ്പിനെ ആയിട്ടാണ് കമ്പനീനെ കാണുന്നത്. അതായത് കമ്പനിയിലെ എംപ്ലോയീസ് എല്ലാം പല രീതിക്ക് പല വഴിക്ക് പോകുന്നു. അവരെല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ കറക്റ്റ് എമൗണ്ട് ആയിട്ട് എല്ലാവരും ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഇതെല്ലാം സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ഒരാളില്ല എന്ന് ഈ മെറ്റഫർ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അപ്പം കറക്റ്റായിട്ട് സൂപ്പർവൈസ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ ഇവരെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്തേനല്ലോ എന്ന്. അപ്പം ആ തമാശയ്ക്ക് പറഞ്ഞ് സില്ലി ആയിട്ട് പറഞ്ഞ ആ ഒരു കാര്യത്തിൽ നിന്ന് അയാൾക്ക് മനസ്സിലായി, അപ്പം മിസ്സിങ് ആയിട്ടുള്ള ഡ്രമ്മർ ഞാനാണ്. ആ ഡ്രമ്മർ അങ്ങനെ ഒരു ആളുണ്ടെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഈ വർക്ക് എല്ലാം നടക്കും. അപ്പം ഞാൻ തന്നെ ആ പൊസിഷൻ എടുക്കണം, ഞാൻ തന്നെ എൻ്റെ കമ്പനീനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് ഇതേപോലെ ഒരു മെറ്റഫർ യൂസ് ചെയ്തപ്പോഴാണ്. മെറ്റഫർ യൂസ് ചെയ്ത് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായത്. അപ്പം ക്രിയേറ്റീവ് തിങ്കിങ്ങിന് ഒരു ഒബ്സ്റ്റക്കിളായിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരാറുണ്ട്. എന്ന് വെച്ചാൽ ഇത് ലോജിക്കലായിട്ടുള്ള തിങ്കിങ് അല്ല എന്നുള്ള രീതിയിൽ ആൾക്കാർ പറയുമ്പം നിങ്ങളാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റിനെ വിശ്വസിച്ച് ഒരു കാര്യം ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യം എന്തെന്ന് പറയുന്നത് ഫോളോ ദ റൂൾസ്. എപ്പോഴും റൂൾസ് എന്ന് പറയുന്നത് ഏജ് ഓൾഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അതിന് എപ്പോഴും ഇമ്പോർട്ടൻസ് കാണും, സിഗ്നിഫിക്കൻസ് കാണുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കാൻ പാടേയില്ല. കാരണം ഓരോ വട്ടവും ഓരോ അവറിലും ഓരോരോ ചേഞ്ചസ് ഇങ്ങനെ സൊസൈറ്റിയിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഏജ് ഓൾഡ് ആയിട്ടുള്ള റൂൾ തന്നെ ഫോളോ ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവ് വർക്ക് അവിടെ നടക്കുമോ? അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളായിട്ട് തന്നെ സൈറ്റ് ചെയ്യുന്നത് എസ്സേയിസ്റ്റിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യമാണ്. നോളൻ ബുഷ്നെൽ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് വീഡിയോ ഗെയിം മേക്കറിനെയാണ് ഇതിവിടെ എക്സാമ്പിളായിട്ട് സൈറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഇങ്ങനെ പ്ലേയിങ് ഫീൽഡിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പ്ലേയിങ് ഫീൽഡ് 66 സെൻറ്റിമീറ്റർ വേണം എന്നുള്ളത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റൂളാണ്. ഈ റൂള് വെച്ചിട്ട് അദ്ദേഹം പ്ലേയിങ് ഫീൽഡ് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഒട്ടും നടക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു 66 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് റൂള്, ഞാനൊരു 76 ആക്കി നോക്കാം. ഒരു 10 സെൻറ്റിമീറ്റർ അപ്പുറത്തേക്ക് മാറിയപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പോസിബിലിറ്റീസ്, കുറച്ചും കൂടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് അവിടെ ഓപ്പൺ ആയി. അപ്പം കൂടുതൽ കാര്യങ്ങൾ അവിടെ ആഡ് ചെയ്തു. അങ്ങനെ വലിയൊരു സ്പേസാണ് ഈ 10 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 66 സെൻറ്റിമീറ്റർ എന്നത് മാറ്റി 76 സെൻറ്റിമീറ്റർ എന്നാക്കിയപ്പോഴത്തേക്കും, അതായത് എസ്റ്റാബ്ലിഷ്ഡ് റൂളിൽ നിന്നും ഒന്ന് വ്യതിചലിച്ചപ്പോഴത്തേക്കും അവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഹ്യൂജ് ഡിഫറൻസ് ആണ്. വലിയൊരു പോസിബിലിറ്റിയാണ് അവിടെ സ്വന്തമായിട്ട് അദ്ദേഹം തുറന്നെടുത്തത്. അപ്പോൾ അങ്ങനെ ഫേമസ് ആയിട്ടുള്ള പേഴ്സൺ ആയി അയാൾ മാറിയതിൻ്റെ കാരണം തന്നെ ഈ റൂള്, ഏജ് ഓൾഡ് ആയിട്ടുള്ള ഒരു യൂസുമില്ലാത്ത ഒരു റൂള് ബ്രേക്ക് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഫോളോ ദ റൂൾസ് എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടാത്ത റൂൾസ് ഒന്നും ഫോളോ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റീനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബി പ്രാക്ടിക്കൽ എന്ന് നിങ്ങളുടെ അടുത്ത് പറയും. പക്ഷേ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട് പ്രാക്ടിക്കലും പോസിബിളും എന്ന 2 വേർഡ്സ് തമ്മിൽ. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പോസിബിൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ അത് നടക്കും. അത് വേണ്ടുന്ന ആൾക്കാർ ചെയ്താൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പം വളരെ വൈഡായിട്ടുള്ള ഒരു സ്കോപ്പാണ് പോസിബിൾ എന്ന് പറയുന്ന വാക്കിന്. നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പ്രാക്ടിക്കൽ സൈഡിനല്ല, പോസിബിൾ ആണോ, ഞാൻ ഈ പറയുന്ന കാര്യം പോസിബിൾ ആണോ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നതെന്ന് വെച്ചാൽ, എക്സാമ്പിൾ പറയുന്നതിന് മുന്നേ വാട്ട് ഇഫ്
എന്ന് പറയുന്നൊരു വാക്കിൽ നിന്നാണ് പ്രാക്ടിക്കലിൽ നിന്ന് പോസിബിളിലേക്ക് നിങ്ങൾ മാറുന്നത്. സിനിമയിലുള്ള ഡയലോഗില്ലേ, ചിലപ്പം ബിരിയാണി കിട്ടിയാലോ എന്ന് പറഞ്ഞിട്ട് വാട്ട് ഇഫ് ചിലപ്പം നടന്നാലോ എന്ന ആ ഒരു ഫ്രേസിൽ നിന്നാണ്, അങ്ങനൊരു യൂസേജിൽ നിന്നാണ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് വലുതാകുന്നത്. നടക്കത്തില്ലെന്നറിയാം, എന്നാലും നടന്നാലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊരു മൈൻഡില്ലേ, ആ മൈൻഡിൽ നിന്നാണ് നിങ്ങളുടെ ക്രിയേറ്റീവ് തിങ്കിങ് വരുന്നത്. അതുകൊണ്ട് വാട്ട് ഇഫ് എന്ന് പറയുന്ന കാര്യമാണ്, ആ ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ആ ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങളെ എപ്പോഴും മുന്നോട്ട് നയിക്കേണ്ടത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒരു പെയിൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് വരുന്നത്. പെയിൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു എഞ്ചിനീയർ ചോദിക്കുവാണ്, നമ്മളുടെ ഈ പെയിൻ്റൊക്കെ ഓരോരുത്തർ വീട്ടിൽ അടിച്ച് കഴിയുമ്പോഴത്തേക്കും, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം അങ്ങനെ പീൽ ഓഫ് ചെയ്ത് കളയാനായിട്ട് പാടായിരിക്കുമല്ലോ. നമുക്ക് കുറച്ച് ഗൺ പൗഡർ അതിനകത്ത് ചേർത്തങ്ങ് വെച്ചാൽ അതാകുമ്പോൾ നമുക്ക് ഇച്ചിരി മറ്റേ തീപ്പെട്ടി വരച്ചങ്ങ് കത്തിച്ചു കൊടുത്താൽ മതി, അതാകുമ്പോൾ മൊത്തത്തിൽ പീൽ ഓഫ് ആയി ഇങ്ങനെ ഇളവി അങ്ങ് വരും എന്നിങ്ങനെ തമാശയ്ക്ക് പറഞ്ഞ്, എന്നുവെച്ചാൽ കളിയാക്കി പറയുവാണ് ഈ പെയിൻറ്റിനെ ഇളക്കിയെടുക്കുന്നത്. അപ്പം ഒരുപാട് പേര് അതിനെപ്പറ്റി ഇരുന്ന് ആലോചിച്ചു, എങ്ങനെയാണ് പെട്ടെന്ന് ഇതിനെ പീൽ ഓഫ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതിനെ പീൽ ഓഫ് ചെയ്തെടുക്കണമല്ലോ, അപ്പം ഭയങ്കരമായിട്ട് ഒട്ടിയിരുന്നാൽ അത് പാടായിരിക്കും. അങ്ങനെ ആലോചിച്ച് ഇതെന്നെ എങ്ങനെ ഈ പെയിൻറ്റിനെ എങ്ങനെ പെട്ടെന്ന് പീൽ ഓഫ് ചെയ്ത് റിമൂവ് ചെയ്തെടുക്കാം എന്നുള്ള ആലോചനയിൽ അതിൻ്റെ ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ റിസൾട്ടായിട്ട് എന്താ വന്നതെന്ന് വെച്ചാൽ, അവരൊരു കെമിക്കൽ അഡിറ്റീവ് ചേർത്തു. എന്ന് വെച്ചാൽ കെമിക്കലി ഒരു സബ്സ്റ്റൻസ് ചേർത്തു. ഈ സബ്സ്റ്റൻസ് ചേർക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈസി ആയിട്ട് ഒരു സമയം കഴിഞ്ഞിട്ട് അവർക്ക് പീൽ ഓഫ് ചെയ്ത് കളയണം, എൻ്റെ ഹൗസിൻ്റെ ഓണറിന് പീൽ ഓഫ് ചെയ്ത് കളയണം എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ പെയിൻറ്റ് പീൽ ഓഫ് ചെയ്യാം. ഈ ഐഡിയ എവിടെ നിന്നാണ് വന്നത്? ഗൺ പൗഡർ ചേർത്ത് നമുക്ക് തീപ്പെട്ടി വരച്ച് കത്തിച്ചാലോ, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഊരി വരുമല്ലോ എന്നൊരു തമാശയിൽ നിന്നാണ് ഇത്രയും ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഐഡിയ, ഒരു വലിയൊരു ബിസിനസ് ഐഡിയ അവിടെ ഫോം ചെയ്തത്. അപ്പം ഒരു കെമിക്കൽ അഡിറ്റീവ് ആഡ് ചെയ്യാനായിട്ടുള്ളൊരു ഐഡിയ വന്നത് നമുക്ക് ഗൺ പൗഡർ ചേർത്ത് തീപ്പെട്ടി വരച്ച് കത്തിച്ചാലോ എന്ന് പറയുന്ന ഒരു കോമഡിയിൽ നിന്നുമായിരുന്നു. അപ്പം തമാശയിൽ നിന്നും ആ പ്രാക്ടിക്കൽ സെൻസിൽ നിന്നും പോസിബിൾ ആണല്ലോ, ഈ കാര്യം നമുക്ക് പോസിബിൾ ആണല്ലോ എന്നൊരു സെൻസിലേക്ക് എത്തിയിടത്തുനിന്നാണ് ചേഞ്ചസ് വന്നു തുടങ്ങിയത്. ഇനി വരുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഡോണ്ട് ബി ഫൂളിഷ് എന്ന് നിങ്ങളുടെ അടുത്ത് പറയും. അപ്പോൾ ചിലപ്പോൾ ഹ്യൂമറസ് ആയിട്ടുള്ള വേയിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ആ പറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും, അത് ആലോചിക്കുന്നവർക്കേ മനസ്സിലാവത്തുള്ളൂ. ഭയങ്കര ഫൂളിഷായിട്ട് പ്ലേഫുള്ളായിട്ട് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മെൻ്റൽ സ്റ്റേറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ, എപ്പോഴും സീരിയസ് ആയിട്ടാവണമെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, വളരെ പ്ലേഫുള്ളായിട്ടിരിക്കുന്ന സ്റ്റേറ്റിലായിരിക്കും നിങ്ങൾക്ക് ഒരു കാര്യത്തിനെ പറ്റി ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നത്. അങ്ങനൊരു സ്റ്റേറ്റിലിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം എന്ത് പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ എപ്പോഴും സീരിയസ് ആയിട്ടിരുന്ന ഒരു കാര്യം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ യു വിൽ ബി ടെൻസ്ഡ്, എപ്പോഴും ടെൻസ്ഡ് ആയിട്ട് നിങ്ങൾ ഇരിക്കേണ്ടി വരും. അങ്ങനെ ടെൻഷനിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്ത് ആൻസർ കിട്ടാനാണ്, എന്ത് റെസ്പോൺസാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ സമയത്ത് വരുന്നത്? നല്ല പോസിറ്റീവായിട്ടുള്ള ക്രിയേറ്റീവ് തിങ്കിങ് അവിടെ പോസിബിൾ ആണോ? അല്ല. നിങ്ങളെപ്പോഴും വറീഡ് ആയിരിക്കും, അതിനനുസരിച്ചുള്ള റിസൾട്ടേ വരുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടെ പ്ലേഫുൾ ആയിട്ടിരുന്ന റിലാക്സ്ഡ് ആയിട്ടുള്ള മെൻ്റൽ സ്റ്റേറ്റിൽ ഇരിക്കുവാണെങ്കിൽ ഈ കൺവെൻഷണൽ ഐഡിയാസ് എടുത്ത് കളഞ്ഞിട്ട് കുറച്ചും കൂടെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള പുതിയ മോഡേൺ ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് നിങ്ങളുടെ മൈൻഡിൽ വരും. ഒരു പ്രോബ്ലം വരുമ്പം നെസസിറ്റി എന്ന് പറയുന്ന കാര്യം സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്ലേഫുൾനെസ് എന്ന് പറയുന്ന കാര്യം ക്രിയേറ്റീവ് പ്രോസസ്സിലൂടെ ഒരു ഇൻവെൻഷനിലേക്ക് നിങ്ങളെ നയിക്കുന്നു. ഇൻവെൻറ്റ് ചെയ്യാനായിട്ട്, പുതിയ കാര്യങ്ങൾ ഇൻവെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പ്ലേഫുൾനെസ് തന്നെയായിരിക്കും. ഈ പ്ലേഫുള്ളായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മറ്റുള്ളവർ എന്നെ ജഡ്ജ് ചെയ്യുമോ, എന്നെ പറ്റി കുറ്റം പറയുമോ, റിസ്ക് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മറന്നിട്ട് നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും സീരിയസ് ആയിട്ടൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊക്കെ പ്ലേഫുള്ളായിട്ട് നിന്നാലും നിങ്ങൾക്ക് ക്രിയേറ്റീവ് പ്രോസസ്സും വരും, നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാനും പറ്റും. ഇനി അടുത്ത പറയുന്ന റോങ് ആയിട്ടുള്ളൊരു തോട്ട് എന്ന് പറയുന്നത് ദാറ്റ്സ് നോട്ട് മൈ ഏരിയ എന്ന് പറയുന്നതാണ്. നിങ്ങളൊരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് ആയിരിക്കും പഠിച്ചത്, പക്ഷേ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു മിക്സ്ചറാണ്. എല്ലാ സബ്ജക്റ്റിൽ നിന്നും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരാം. നിങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് മാത്രമാണ് പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് വേറൊരു റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു ജോലി എന്തായാലും നിങ്ങൾക്ക് ലൈഫിൽ വേണ്ടി വരും. ആ ഒരു പ്രോസസ്സ് എന്തായാലും ലൈഫിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്, അവിടെ ഫസ്റ്റ് എയ്ഡിനെ പറ്റിയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കാരണം നിങ്ങളെപ്പോഴും ലൈഫ് എങ്ങനെ നന്നായിട്ട് ലീഡ് ചെയ്യാം എന്നുള്ളതാണ് ക്രിയേറ്റീവ് തിങ്കിങ്ങിലൂടെ നിങ്ങൾ ചെയ്യേണ്ടത്.
ചെയ്യേണ്ടത്. നിങ്ങൾ എന്താണോ പഠിച്ചത്, ചിലപ്പം നിങ്ങൾ പഠിച്ച സബ്ജക്റ്റ് മറ്റൊരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം അടുക്കളയിൽ നിങ്ങൾക്കൊരു ബോട്ടിൽ നിങ്ങളുടെ കയ്യിലുണ്ട്, അതിനൊരു മെറ്റാലിക് ക്യാപ്പാണ്. അത് റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ എത്ര തിരിച്ചിട്ടും നടക്കുന്നില്ല. അപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ബൗളിൽ നല്ല വെള്ളം ചൂടാക്കി വെച്ചിട്ട് അതിനകത്ത് ഈ ക്യാപ്പിൻ്റെ ഭാഗം ഡിപ്പ് ചെയ്ത് വെക്കണം. നല്ല ചൂട് വെള്ളമാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് കുറച്ച് ലൂസാവും. അങ്ങനെ നമുക്ക് ഊരിയെടുക്കാം. ഇത് ഏതാണ്? ഇത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിലെ ചാൾസ് ലോ ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പം അതിൻ്റെ വോളിയം കൂടും എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച് മറന്നു കളഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ലല്ലോ. പകരം നമ്മളുടെ ഡെയിലി ഒരു ലൈഫ് സ്കില്ലിൻ്റെ ഭാഗമാണ് കുക്കിംഗ് എന്ന് പറയുന്നത്. ആ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ അടുക്കളയിൽ ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മളത് ഉപയോഗിക്കുകയാണ്. അതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിച്ചു, എക്സാം എഴുതി, ഞാൻ മറന്നു, അങ്ങനെയല്ലല്ലോ അതിൻ്റെ കാര്യം. നിങ്ങൾ പഠിച്ച സാധനം നിങ്ങൾ വേറൊരിടത്തേക്ക് മാറ്റുക. ഇനി മറ്റേ സിനിമയ്ക്കകത്ത് വിജയ് പറയുന്ന പോലെ അന്ത ഏരിയ ഇന്ത ഏരിയ, അന്ത ഇടം, അവിടെ എല്ലാം ഞാനാണ് സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ പറയുമല്ലേ. ഏത് ഏരിയ ആണോ നിങ്ങൾ പഠിച്ചത്, ആ ഏരിയ ആയാലും ഈ ഏരിയ ആയാലും എല്ലാം ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും, എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ആ കോൺഫിഡൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഐ എം നോട്ട് ക്രിയേറ്റീവ്, ഞാൻ അത്ര ക്രിയേറ്റീവ് ഒന്നുമല്ല. നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിന് മാത്രമുള്ള കാര്യമായിട്ടാ, അല്ലെങ്കിൽ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം മാത്രമായിട്ടാ? ഇല്ല. നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ വേണ്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർവൈവലിന് വേണ്ടിയിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ആ ഒരു ഐഡിയ എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ വേണം. നിങ്ങളുടെ ആ മൈൻഡിൽ ക്രിയേറ്റിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആർട്ടിസ്റ്റിന് മാത്രമല്ല, നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു കോമൺ മാനിന്, എല്ലാ കോമൺ ആയിട്ടുള്ള മനുഷ്യന്മാർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്രിയേറ്റിവിറ്റി എന്നുള്ളത്. നമ്മൾ ആരും മറക്കാൻ പാടില്ല. ഒരാൾ ഞാൻ ക്രിയേറ്റീവ് അല്ല എന്ന് ആലോചിക്കുന്നതിലൂടെ അയാൾ എന്താ ചെയ്യുന്നത്? സ്വന്തം ലൈഫിനെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. ഞാൻ ക്രിയേറ്റീവ് അല്ല, അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്കത് വേണ്ട എന്ന് മാത്രമേ നിങ്ങളുടെ മൈൻഡിൽ വരത്തുള്ളൂ. അപ്പം എവരിഡേ ലൈഫിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ വരും. ഈ പ്രശ്നങ്ങളെല്ലാം ഫേസ് ചെയ്യാനായിട്ട് യു ഹാവ് ടു ബി ക്രിയേറ്റീവ്. നിങ്ങൾ ക്രിയേറ്റീവ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും അതിനെ ഫേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഫേസ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റീവ് സൊല്യൂഷനും നിങ്ങൾ കണ്ടെത്തണം. കാരണം ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളാണ് വരുന്നത്. ഇന്നയാളുടെ ലൈഫ് ഇങ്ങനെ വന്നു, ഞാനും അതേപോലെ കോപ്പി ചെയ്യാന്ന് പറഞ്ഞാൽ അയാളുടെ ലൈഫല്ല നിങ്ങൾ ലീഡ് ചെയ്യുന്നത്. നിങ്ങളുടെ എൻവയോൺമെൻറ്റ്, നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ ഫാമിലി, അതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നിങ്ങളുടെ അവസ്ഥ അനുസരിച്ച് നിങ്ങളാണ് അതിന് സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്. പുറത്തുനിന്ന് വന്ന ഒരാൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യത്തില്ല ആ കാര്യത്തിന്. അത് നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെച്ചേക്കണം. ക്രിയേറ്റിവിറ്റി ഇല്ലാണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഇനി ഇതിനെ എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് നോക്കാം. എപ്പോഴും സെൽഫ് എസ്റ്റീമും ക്രിയേറ്റിവിറ്റിയും തമ്മിലുള്ള വളരെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ട് എപ്പോഴുമുണ്ട്. എപ്പോഴും ഒരു ഹൈ സെൽഫ് എസ്റ്റീം ഉള്ള, ഭയങ്കര സെൽഫ് റെസ്പെക്റ്റും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന കാര്യത്തിന് വളരെ ഇമ്പോർട്ടൻസ് നൽകി ഏത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഫേസ് ചെയ്യാനായിട്ട് തൻ്റെ ഇടത്തോടെ നിൽക്കും. അപ്പം റിസ്ക് എടുക്കാനായിട്ടും കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാനും ഒക്കെ ഇവരുടെ ക്രിയേറ്റിവിറ്റി അവരെ ഹെൽപ്പ് ചെയ്യും. ഈ ഹൈ സെൽഫ് എസ്റ്റീം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പോസിബിൾ ആവത്തുള്ളൂ. ലോവർ സെൽഫ് എസ്റ്റീം ആണെങ്കിലോ, അയ്യോ വേണ്ട, ഇതൊക്കെ പാടായിരിക്കും, റിസ്ക് ആണെങ്കിലോ എന്നൊരു ചിന്ത മാത്രമേ നമ്മളുടെ മൈൻഡിൽ വരത്തുള്ളൂ. ചേഞ്ചിനെതിരായിട്ട് ഒരുപാട് പേര് പല കാര്യങ്ങളും പറയുന്നുണ്ട്. എല്ലായിടത്തൊന്നും ചേഞ്ച് പോസിബിൾ അല്ല, എന്ത് കാര്യത്തിനും ചേഞ്ച് വന്നാലും അവിടെ പ്രശ്നമാവും എന്നുള്ള രീതിയിൽ പല ആൾക്കാർ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ ഓൺലി പേഴ്സൺ ഹു ലൈക്സ് ചേഞ്ച് ഇസ് എ വെറ്റ് ബേബി. ഭയങ്കര നനഞ്ഞിരിക്കുന്ന കുട്ടിക്ക് മാത്രമേ ഡ്രസ്സ് അല്ലെങ്കിൽ ഡയപ്പർ ചേഞ്ച് ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിനോട് ഇഷ്ടം വരൂ. ബാക്കി ആർക്കും ചേഞ്ച് എന്ന് പറയുന്ന കാര്യത്തിനെ പറ്റി ഇഷ്ടമല്ല എന്ന രീതിക്ക് ഒരു സൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് പറയുന്നതെന്ന് വെച്ചാൽ, പല ആൾക്കാരും പറയും ചേഞ്ച് വേണ്ട, ചേഞ്ച് എന്തിനാണ് എന്നൊക്കെ പറയും. പക്ഷേ മാറ്റം എന്ന് പറയുന്നത്, നമ്മൾ ചേഞ്ച് ആയില്ലെങ്കിൽ നമ്മളുടെ എൻവയോൺമെൻറ്റ്, നമ്മളുടെ സറൗണ്ടിങ്സ് എല്ലാം മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങൾ മാറിയില്ലെങ്കിൽ നിങ്ങൾ മാത്രം മാറാതിരിക്കും, ബാക്കിയെല്ലാം മാറിക്കൊണ്ടേയിരിക്കും. അപ്പം ഈ ലൈഫിൽ, ഈ വേൾഡിൽ സർവൈവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മാറിയേ പറ്റൂ.
നിങ്ങളുടെ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു എലമെൻ്റാണ് ഈ ചേഞ്ച് എന്ന് പറയുന്നത്. ഈ ക്രിയേറ്റീവായിട്ടുള്ള തിങ്കിങ്ങും ചേഞ്ചും കാര്യങ്ങളും എല്ലാം വരുന്നത് ജീനിയസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എക്സെപ്ഷണൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെ കാര്യത്തിലൊന്നും മാത്രമല്ല ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അത് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. അപ്പോൾ ആ ഡെമോക്രാറ്റിക് വാല്യൂ ആണ് ഇവിടെ പറയുന്നത്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന കാര്യം വളരെ ഇന്നൊവേറ്റബിൾ ആയിട്ടുള്ളൊരു എലമെൻ്റാണ്. ഈ ക്രിയേറ്റിവിറ്റി ജീനിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതാണ്. അത് യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം കാര്യം. അതിന് സെൽഫ് എസ്റ്റീം ഉള്ള ആൾക്കാരാണെങ്കിൽ റിസ്ക് പേടിക്കാതെ കോൺഫിഡൻ്റ് ആയിട്ട് സർവൈവലിന് വേണ്ടിയിട്ട് അവർ ആ ക്രിയേറ്റിവിറ്റിയെ യൂസ് ചെയ്യും. നിങ്ങളും അതുപോലെ യൂസ് ചെയ്യണമെന്നാണ് ഇവിടെ എസ്സേയിസ്റ്റ് പറയുന്നത്. താങ്ക്